ഇപ്പൊ എച്ച് എടുത്തതിന് ശേഷം ഇപ്പൊ ഓടിക്കുന്ന ആൾക്കാരൊക്കെ നന്നായിട്ട് ഓടിക്കുന്നില്ലേ എന്നൊക്കെ, അതും ഒരു കണക്കിന്. ഇത് എത്രത്തോളം പ്രാബല്യത്തിൽ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. 20 പേർക്കാണ് ടെസ്റ്റ് നടക്കുന്നത് ഒരു ദിവസമായിട്ടാ. അത് ഒറ്റയടിക്ക് 30 പേർക്കെന്നൊക്കെ ആക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് പോകുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നേരെ തിരിച്ച് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പുതിയ എച്ചിന്റെ രീതി, നമ്മുടെ മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ എച്ചിന്റെ രീതി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ ഒരുപാട് കമന്റുകൾ നമുക്ക് വന്നു. കാരണം ഒരു ഭാഗത്ത് അതിന്റെ ദോഷങ്ങളും ഒരു ഭാഗത്ത് അതിന്റെ ഗുണങ്ങളൊക്കെ ആയിട്ട് രണ്ട് തരത്തിലും ജനങ്ങൾ നമ്മളോട് പ്രതികരിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ എച്ചിന്റെ മാതൃക. നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തന്നാണ്, വണ്ടി ഓടിച്ച് കാണിച്ചു തന്നാണ്. അപ്പൊ എന്തായാലും ഇതിൽ വന്ന കുറെ ദോഷങ്ങളും അതിന്റെ ഗുണങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതാണ് മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരാവുന്ന എച്ചിന്റെ പുതിയ രീതി. 6 ആക്ക് ഡ്രൈവിംഗ് ആയിട്ടുള്ള ഒരു രീതിയാണിത്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാൽ എന്നാൽ ഒന്നും കൂടി ഞാനിത് കാണിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത്. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നമ്മൾ വണ്ടി എടുക്കുന്നു, നേരെ എച്ചിന്റെ ഉള്ളിലേക്ക് കടത്തുന്നു, ഇവിടെ കൊണ്ട് നിർത്തുന്നു. അതിനുശേഷം റിവേഴ്സ് ടെസ്റ്റിംഗ് ചെയ്യുന്നു. അതായത് ഇവിടം വരെ വന്ന് നമ്മൾ നേരെ ഫ്രണ്ട് പോകുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നേരെ തിരിച്ച് നേരെ നമ്മൾ ഇവിടെ വരുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ 6 ട്രാക്ക് ഡ്രൈവിങ്ങിലൂടെ നമ്മൾ കറക്റ്റായിട്ട് വണ്ടി എടുത്ത് നമ്മൾ നേരെ എച്ചിന്റെ ഇവിടേക്ക് എത്തുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നേരെ റിവേഴ്സ് പാർക്ക് ചെയ്യുന്നു. റിവേഴ്സ് പാർക്ക് ചെയ്ത് വണ്ടി ഇവിടെ നിർത്തണം. അതിനുശേഷം നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇതുവഴി വന്ന് നേരെ ഇവിടത്തെ കയറ്റത്ത് നിർത്തി വീണ്ടും നമ്മളിങ്ങനെ എടുക്കണം. അതിനുശേഷം വീണ്ടും നമ്മൾ നേരെ ഫ്രണ്ട് പോകണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നേരെ ബാക്ക് നമ്മുടെ ആംഗുലർ പാർക്കിംഗ് കൂടി നേരെ ബാക്ക് ഇറക്കണം. ഇതിന്റെ ഈ ഒരു ടെസ്റ്റിംഗ് പാത്ത് എന്ന് പറയുന്നത് നോക്കിയേ, ABCDEFGHIJKEJCEA അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അതിന്റെ ഒരു പാത്ത് എന്ന് പറയുന്നത് A to B ഫോർവേഡ്, B to C റിവേഴ്സ്, C to D ഫോർവേഡ്, അങ്ങനെ ഇത് മൊത്തത്തിൽ എഴുതിയിട്ടുണ്ട്. കറക്റ്റ് കാര്യങ്ങൾ എഴുതി. മെയ് മാസം 1-ാം തീയതി മുതൽ നമുക്ക് പുതിയ ടെസ്റ്റിംഗ് രീതിയാണെന്നാണ് നമ്മുടെ ഗവൺമെന്റ് ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് കേട്ടോ. പക്ഷെ ഇത് എത്രത്തോളം പ്രാബല്യത്തിൽ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരുപാട് പേര് കമന്റിൽ ചോദിച്ചു, സാർ അതായത് ഞാൻ കഴിഞ്ഞ മാസം ലേണേഴ്സ് ചെയ്ത് എനിക്ക് അന്ന് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ ലേണിംഗ് എടുത്തിട്ടില്ല അപ്പൊ അതിന് മുന്നേ പറ്റുമോ? ഇപ്പോൾ മെയ് മാസം വരെ ഒരു കുഴപ്പമില്ലാണ്ട് പഴയ ടെസ്റ്റിംഗ് രീതി തന്നെയാണ് കൊണ്ടുപോകുന്നത്. പുതിയ ഈ ഒരു പാറ്റേണിൽ നമ്മളൊരു ടെസ്റ്റിംഗ് രീതി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ട്രാക്ക് ഉണ്ടാക്കുമ്പോൾ അതിന് മെയ് മാസം എന്നുള്ളൊരു സമയം വളരെ അടുത്തു പോയി എന്നാണ് മൊത്തത്തിലുള്ള അഭിപ്രായം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ് ഗവൺമെന്റ് കൊണ്ടുവന്നത്. പക്ഷെ ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ട്രാക്ക് പണിയുക അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കുറേ ജനങ്ങൾ അത് ബാധിക്കും. അതൊക്കെയാണ് നമ്മുടെ കമന്റ് രൂപത്തിൽ നമുക്ക് കിട്ടിയത് കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ടെസ്റ്റിംഗ് ട്രാക്ക് നമുക്ക് പണിയണമെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ ഒരുപാട് കുടുംബങ്ങൾക്ക് അത് ബുദ്ധിമുട്ട് ഉണ്ടാക്കുമെന്നും നമ്മൾ അറിഞ്ഞു. കാരണം വെച്ചാൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഇത്രയും രൂപ കൊടുത്തിട്ട് ഒരു ട്രാക്ക് പണി അല്ലെങ്കിൽ അതിൽ പ്രാക്ടീസ് കൊടുക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. അതിന് ഒരു ടൈം ലിമിറ്റ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോൾ 2 മാസം കൊണ്ട് നമുക്കിത് ചെയ്യാന്ന് വെച്ചാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് ഇത് മാറിയിട്ടാണ്. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് കുറേ അഭിപ്രായങ്ങൾ നമുക്ക് വന്നു. അതുമാത്രമല്ല ഒരുപാട് പേര് ഈ ഒരു സിസ്റ്റം ഇത് പ്രാബല്യത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ലൈസൻസ് എടുക്കാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതും വളരെയധികം ജനങ്ങൾ ഒരു തരത്തിൽ ബുദ്ധിമുട്ട് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂ വീലർ നമുക്ക് 75 cc മുകളിൽ, അതായത് 95 cc വരുന്ന വാഹനങ്ങൾ, അതായത് ബൈക്ക് പോലുള്ള വാഹനങ്ങൾ മാത്രമേ വിത്ത് ഗിയറുള്ള വാഹനങ്ങൾ മാത്രമേ ഇനി നമുക്ക് നമ്മുടെ ടൂ വീലർ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പഴയ രീതിയാണെങ്കിൽ നമുക്ക് 75 cc ഉള്ള M80 ബൈക്കിലാണ് ഇപ്പോൾ 8 എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് പറ്റില്ല. കാരണം വെച്ചാൽ അത് കയ്യിലാണ് ഗിയർ. അപ്പോൾ കാലിൽ ഗിയറുള്ള വിത്ത് ഗിയർ ബൈക്കുകൾ മാത്രമേ ഇനി യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ കാറുകൾ, ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ ഉള്ള കാറുകളൊന്നും പറ്റില്ല. കാരണം 15 വർഷം കഴിഞ്ഞ വണ്ടികളൊന്നും നമ്മൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ടെസ്റ്റിംഗ് ചെയ്യുന്ന വാഹനങ്ങളിൽ, ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളിൽ ക്യാമറ ഫിറ്റ് ചെയ്യണം. അത് റെക്കോർഡ് ചെയ്ത് വെക്കണം. ആ റെക്കോർഡ് നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞ് നമ്മുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് അത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇതിനൊക്കെ ഒരു സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇതൊക്കെ പ്രാബല്യത്തിൽ വരുന്നതാണ് നമ്മൾ അറിയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് എല്ലാം പെട്ടെന്നായിപ്പോയി. കാരണം ഒരുപാട് പേര് ലൈസൻസിന് വേണ്ടി വെയിറ്റിംഗ് ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ ചിലവരൊക്കെ ലൈസൻസ് എടുക്കാനായിട്ട് ഇപ്പം തന്നെ ലേണിംഗ് എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ കമൻറ്റോട് ചോദിച്ചു, എങ്ങനെയാണ് ലൈസൻസ്, ഇനിയിപ്പോൾ പുതിയ ലൈസൻസ് ഞാൻ എങ്ങനെ എടുക്കണം, എനിക്ക് മെയിൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതിനൊക്കെ കൂടിയുള്ള ഒരു തീരുമാനം കൂടി വരാനിരിക്കുന്നുള്ളൂ കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ ടെസ്റ്റിംഗ് സെൻറ്റർ പണിയണം.
അതിൽ നമ്മൾ പ്രാക്ടീസ് കൊടുക്കണം. ഇപ്പം ഇങ്ങനെ ഒരു ടെസ്റ്റിംഗ് സെൻറ്റർ പണിതതിന് ശേഷം നമ്മൾ പ്രാക്ടീസ് കൊടുത്തിട്ടേ നമുക്ക് ടെസ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളും ഒരുപാട് ഇതിൻ്റെ പിന്നിലുണ്ട്. അത് എത്രത്തോളം വരുമെന്നൊന്നും മെയ് 1 തൊട്ട് വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ജനങ്ങളുടെ പൊതുവെയുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്നുള്ളൊരു തീരുമാനമായിപ്പോയി. 2 മാസം എന്ന് പറയുന്നത് നമുക്ക് മെയ് മാസം പെട്ടെന്ന് വരെയല്ലേ. അപ്പോൾ അതിനുള്ളിൽ ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായി. ഒരുപാട് ഡ്രൈവിംഗ് സ്കൂളിലെ മാഷ്മാരെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവരൊക്കെ പറഞ്ഞത് അവരെ കൊണ്ട് ഇപ്പം ഇങ്ങനത്തെ ഒരു ട്രാക്ക് പണിയുക അല്ലെങ്കിൽ അതിൽ പ്രാക്ടീസ് കൊടുക്കാനുള്ള ഒരു കഴിവ് അവരിലില്ല. അതുകൊണ്ട് ബുദ്ധിമുട്ടാവും. അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ എന്തെങ്കിലും സഹായം അവർക്ക് ലഭിച്ചുകൊണ്ട് അവർക്ക് ട്രാക്ക് പണിയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ഇപ്പോൾ നമുക്ക് വേറെ സംസ്ഥാനങ്ങളൊക്കെ ചിലപ്പോൾ ഗവൺമെൻറ് അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ട്രാക്ക് പണിയാൻ, ലോൺ എന്നുള്ള രീതിയിൽ പൈസ കൊടുത്തിട്ട് ട്രാക്ക് പണിയാനുള്ള സംവിധാനമൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും സംവിധാനം ഒരുക്കി കൊടുത്തതിന് ശേഷം സാവകാശം ഇതിലേക്ക് വരികയാണെങ്കിൽ നന്നായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് മാത്രമല്ല നമുക്ക് വരുന്നത് റോഡ് ടെസ്റ്റും ഉണ്ട്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ റോഡ് ടെസ്റ്റിലേക്ക് ഇറങ്ങുമ്പോഴും ഒരുപാട് കടമ്പകളുണ്ട്. അത് മാത്രം അല്ല, നമുക്കിപ്പോൾ ഒരു ടെസ്റ്റിംഗ് സെൻറ്ററിൽ 30 പേർക്ക് മാത്രമാണ് ടെസ്റ്റ് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ 30 പേർ എന്ന് പറയുമ്പോൾ അതിൽ ഫെയിലും ഉണ്ടാവും, പുതിയ ലേണിങ്ങും ഉണ്ടാവും. പുതിയ ലേണിങ്ങും ഫെയിലും ഉണ്ടാവും. അപ്പോൾ രണ്ടും കൂടിയും അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കുട്ടിക്ക് ചിലപ്പോൾ ലൈസൻസ് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ലേണിങ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ 6-7 മാസമൊക്കെ ആയിരിക്കും ടെസ്റ്റിന് ഡേറ്റ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു കറക്റ്റ് രീതിയിൽ വരുന്നതിന് കുറച്ച് ടൈം എന്തായാലും വേണമെന്നാണ് മൊത്തത്തിൽ നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടാ. സംഭവം ഈ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് നമ്മുടെ പുറം രാജ്യങ്ങളിലത്തേക്ക് പോലെ നല്ല രീതിയിലുള്ള ട്രാക്ക് തന്നെയാണ്. കാരണം ഇതിലൂടെ പോയി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരുവിധം റിവേഴ്സ് പാർക്കിംഗ് പെട്ടെന്നൊക്കെ പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് കമന്റ്, പിന്നെ ഒരുപാട് കമന്റ് നമ്മളോട് ചോദിച്ചു, ഇപ്പൊ എച്ച് എടുത്തതിന് ശേഷം ഇപ്പോൾ ഓടിക്കുന്ന ആൾക്കാരൊക്കെ നന്നായിട്ട് ഓടിക്കുന്നില്ലേ എന്നൊക്കെ. അതും ഒരു കണക്കിന് ശരിയാണ്. കാരണം ഇപ്പോൾ എച്ച് എടുത്ത ആൾക്കാർ തന്നെയാണ് വാഹനം അടിപൊളിയായിട്ട് ഓടിക്കുന്നത്. അപ്പോൾ അത് അവർ പ്രാക്ടീസ് ചെയ്ത് തന്നെ വരണം. അപ്പോൾ ഈ ഒരു സംഭവം വരുന്നതോടുകൂടി കുറേ ആൾക്കാർ നമ്മളോട് കമന്റ് ചെയ്തത് ഇതിന് ടൈം വേണം, ടൈം വന്ന് അത് സിസ്റ്റം കൊണ്ടുവന്നു, പെട്ടെന്ന് കൊണ്ടുവന്നു എന്നുള്ളൊരു ഇതാണ് ഇപ്പം എല്ലാവരും വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ ഇതുപോലെ ട്രാക്ക് പണിയാന്ന് വെച്ചാൽ എളുപ്പമല്ല. അതുപോലെ വലിയ വലിയ കമ്പനികൾ ഇതിൻ്റെ പിന്നിൽ വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ള ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇതിന് ഗവൺമെൻറ് നല്ലൊരു തീരുമാനത്തിലെത്തണം. പെട്ടെന്ന് തന്നെ ഇതാക്കാതെ കുറച്ച് ടൈം കൊടുത്തിട്ട് ഒന്നും കൂടി ചർച്ച ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുവരണമെന്നാണ് നമ്മുടെ പൊതുവെയുള്ള ജനങ്ങളുടെ അഭിപ്രായം കേട്ടോ. അപ്പോൾ ഇത് മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് പറഞ്ഞ് ഉത്തരവൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താവും എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ആരും പേടിക്കേണ്ട. കാരണം ഇപ്പോൾ ഒരുപാട് കമൻറ്റ് വന്നു, നമുക്ക് ലേണിങ് എടുത്തു കഴിഞ്ഞു, എനിക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പോൾ സാധാരണ ലെവലിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മെയ് മാസത്തിൻ്റെ ആ സമയത്ത് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതാണ് ആ രീതി. ഇതിപ്പോൾ നമ്മുടെ എച്ച് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ. ഈ 6 ആക്ക് റോഡും പാർക്കിങ്ങും അതുപോലെ തന്നെ കയറ്റും ഈ ആംഗുലർ പാർക്കിംഗ് മാത്രം നമുക്ക് ബുദ്ധിമുട്ട് വരുന്നു തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളൊരു ചെറിയ മാതൃക ഇവിടെ കാണിച്ചാണ്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് അടിയിൽ രേഖപ്പെടുത്താം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ 120 പേർക്കാണ് ടെസ്റ്റ് നടക്കുന്നത് ഒരു ദിവസം കേട്ടോ. അത് ഒറ്റയടിക്ക് 30 പേർക്ക് എന്നൊക്കെ ആക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് നമ്മുടെ സ്റ്റുഡൻസിന് ഉണ്ടാവും, ഡ്രൈവിംഗ് സ്കൂൾ മേഖലയ്ക്കും ഉണ്ടാവും. അപ്പോൾ അതിനും ഒരു മാറ്റം വരണം. മറ്റൊരു കാര്യം എന്ന് കഴിഞ്ഞാൽ 15 കൊല്ലം കഴിഞ്ഞ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിൽ, കാരണം അത് ഫിറ്റ്നസ് കിട്ടുന്ന വാഹനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ടെസ്റ്റ് നടത്തുന്നതുകൊണ്ട് അത് ഒരു എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. കാരണം അതിനൊക്കെ ഫിറ്റ്നസ് ഉള്ള വണ്ടികൾ നമ്മൾ ടെസ്റ്റ് നടത്തുന്നതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും അതിൽ വരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും കൂടി ഒന്ന് പരിശോധിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലുള്ള സുഹൃത്തുക്കളും അതുപോലെ തന്നെ ജനങ്ങളും കമന്റ് രൂപത്തിൽ അറിയിച്ചത് ഞാൻ നിങ്ങളെ അറിയിക്കാനായിട്ടാ. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിലൂടെ വന്നു. ഇപ്പോൾ വന്ന ബുദ്ധിമുട്ട് എന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഐ ടെസ്റ്റ് എടുക്കുക, ലൈസൻസ് പെട്ടെന്ന് അപ്ലൈ ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്ക് പെട്ടെന്ന് ജനങ്ങൾ പോയി. കാരണം അത് ഈ ഒരു മെയ് മാസം എന്നുള്ളത് പെട്ടെന്ന് വന്നു എന്നുള്ളൊരു തീരുമാനം എടുത്തത് കൊണ്ട് മാത്രമായിരിക്കും. അപ്പോൾ അതിനുള്ള ഈ 6 ആക്ക് റോഡ് അതുപോലെ തന്നെ പാരലൽ പാർക്കിംഗ്, റിവേഴ്സ് ടെസ്റ്റിംഗ് ഒക്കെ നല്ലൊരു തീരുമാനമാണ്. പക്ഷെ അതിന് കുറച്ച് പഠിച്ച് കുറച്ചും കൂടി സമയമെടുത്ത് ചെയ്യണമെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം ഒരാളുടെയും ഫണ്ടില്ല, ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കിട്ടിയാൽ അവർക്ക് പണിയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാത്ത ലെവലിൽ ഈ ഒരു പെട്രോളിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ലെവലിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ പെട്ടെന്ന് തന്നെ നിൽക്കുന്ന
വരുന്ന ഒരു അവസ്ഥയിലേക്ക് ചിലപ്പോൾ പോയി വരും. അപ്പോൾ എന്തായാലും ഗവൺമെന്റ് നല്ലൊരു തീരുമാനം എടുക്കണമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. അതുപോലെ ഡ്രൈവിംഗ് സ്കൂൾ സുഹൃത്തുക്കളുടെയും ഓണേഴ്സിൻ്റെയും ഒക്കെ ഒരു തീരുമാനം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു മാതൃകയാണ് നമ്മൾ വരാനായിട്ട് പ്രതീക്ഷിക്കുകയും അത് എത്രത്തോളം ആവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതൊക്കെ സമരത്തിലേക്കും പോവാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇവിടുത്തെ ടെസ്റ്റിംഗ് രീതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഫേസ്ബുക്കിലാണ്, നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക, നമ്മുടെ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.